അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ചെയ്തോ? വീട്ടിൽ വന്ന് ചോദിച്ചോ? അല്ല, വീട്ടിൽ വന്ന് ഞാനത് അദ്ദേഹം പറഞ്ഞത് കാരണം എൻ്റെ തെറ്റിൻ്റെ ഭാഗം ചൂണ്ടിക്കാണിച്ചു എന്ന് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു, ആ വേദിയിൽ ചോദിക്കാൻ, ആ സമയത്ത് ചോദിക്കാൻ പാടില്ലായിരുന്നു. അത് അദ്ദേഹം തിരുത്തി എന്നുള്ളത് അത്രയും ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. അതായത് ഒരു പൊതുവേദിയിൽ ഒരാൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് കയറി ചോദിക്കുകയോ തടസ്സപ്പെടുത്താൻ ചെയ്യുകയോ ചെയ്യാൻ പാടില്ലായിരുന്നു. അതെ, തീർച്ചയായിട്ടും തെറ്റാണത്. അപ്പം മുഖ്യമന്ത്രി പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വീട്ടിൽ പോയി ചോദിക്കുമെന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് എന്താണ്? അതിനെക്കുറിച്ച് ഞാൻ ചെയ്ത തെറ്റ് തിരുത്തി അദ്ദേഹം, അത്രയേ ഉള്ളൂ. അത്രയും ഞാൻ കാണുന്നുള്ളൂ. ചേട്ടൻ ചോദിക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ എന്ത് ചോദ്യമായിരുന്നു മുഖ്യമന്ത്രിയോട് ആ സമയത്ത് ചോദിക്കാൻ താല്പര്യപ്പെട്ടത്? കാരണം ഒരുപാട് വികസനങ്ങൾ ചെയ്ത ഒരു സർക്കാരാണ്. അടുത്തത് തുടർഭരണം കിട്ടുമെന്നും ഉറപ്പാണ്. കിട്ടിക്കഴിഞ്ഞാൽ കിഫ്ബിയുടെ ഫണ്ട് കേന്ദ്രം തടഞ്ഞു വെച്ചു. കേന്ദ്ര സർക്കാർ കേരളത്തോട് അവഗണന കാണിക്കുന്നു. മുന്നോട്ടുള്ള വികസനങ്ങൾ, ഒരുപാട് വികസനങ്ങൾ ലക്ഷ്യമിട്ടാണ് സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ ഈ ഫണ്ട് എങ്ങനെ കണ്ടെത്തും എന്ന് മാത്രമാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്. ഈ ചോദ്യം ചോദിക്കാൻ ചേട്ടൻ ശ്രമിച്ചു. അതിനുശേഷം പാർട്ടി പ്രവർത്തകരാരെങ്കിലും വന്ന് ചേട്ടനെ സമീപിക്കുകയോ അവിടെ നിന്ന് മാറി നിൽക്കാൻ താല്പര്യം അറിയിക്കുക എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇല്ലില്ല, ഞാൻ കസേര എണ്ണീറ്റാണ് ചോദ്യം ഉന്നയിക്കുന്നത്. ഞാൻ ആ കസേരയിൽ തന്നെ തിരിച്ചു ചെന്നിരുന്നു. പ്രസംഗം പൂർണ്ണമായിട്ട് കേട്ട് ഞങ്ങൾ വണ്ടിയാണ് ഇവിടുന്ന് പോയി. വണ്ടിയെ തന്നെ തിരിച്ചു വരികയും ചെയ്തു. അല്പം കഴിച്ചിരുന്നോ? അങ്ങനെ ചില സംസാരങ്ങളുണ്ട്. അതെ. അതാണോ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ ഒരു പ്രേരണയായ ഒരു ഘടകം? ഒരുപക്ഷെ ആയിരിക്കാം അങ്ങനെ. കാരണം അദ്ദേഹം ചെയ്ത വികസന കാര്യങ്ങൾ ആവേശം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കാൻ മെയിനായിട്ട് കാരണം അതാണ്. വേദിയിൽ ഏറ്റവും മുൻനിരയിലെ സീറ്റ് തന്നെയായിരുന്നു ചേട്ടനുണ്ടായിരുന്നു അല്ലേ? അതെ. പാർട്ടിയുമായിട്ട് എത്ര വർഷത്തെ അടുപ്പമുണ്ട്? എൻ്റെ കുടുംബമേ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. അവിടെ ഞങ്ങളുടെ പ്രദേശത്ത് എല്ലാവർക്കും, ഞങ്ങളുടെ നേതാക്കന്മാർക്കും മൊത്തം എന്നെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. പാർട്ടി അംഗമാണോ? പാർട്ടി മെമ്പർഷിപ്പ് ഞാൻ 25 വർഷം മെമ്പർഷിപ്പിലുണ്ടായിരുന്നു. കാരണം ജോലി സംബന്ധമായിട്ട് കുറേ നാൾ മാറി നിൽക്കേണ്ടി വന്നതുകൊണ്ട് മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല ഞാൻ. എന്തായാലും വീട്ടിൽ പോയി ചോദിക്കുക എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനകത്തിൽ നമുക്ക് യാതൊരു മാനസിക പ്രയാസവും ഇല്ല. ഇല്ലില്ല, തീർച്ചയായിട്ടും ഇല്ല.